ഹായ്, എ ഫോർ അക്കൗണ്ടിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബർ 10, 2024 മുതൽ കെട്ടിടങ്ങളുടെയും സ്ഥലത്തിൻ്റെയും വാടകയ്ക്ക് മുകളിൽ 18% RCM ബാധകമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ചോദിച്ച് പലരും കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം സംശയങ്ങൾക്കുള്ള ഒരു മറുപടി എന്നോണമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പലരുടെയും ഒരു തെറ്റിദ്ധാരണയുണ്ട്, വാടകയുടെ മുകൾ റെൻറ്റ് ബാധകമാക്കിയിരിക്കുന്നത് ഒക്ടോബർ 10 മുതലാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക. RCM രീതിയിൽ ടാക്സ് അടയ്ക്കണം എന്നുള്ള നിയമമാണ് ഒക്ടോബർ 10, 2024 മുതൽ വന്നിട്ടുള്ളത്. കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടികളുടെ മുകളിൽ. എന്നാൽ FCM മെത്തേഡിൽ മുൻപ് തന്നെ വാടകയുടെ മേൽ GST ഉണ്ട് എന്നുള്ള വിവരം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. RCM ഓൺ റെൻറ്റ് ആൻഡ് സെൽഫ് ഇൻവോയ്സിങ്, ഈ രണ്ട് വിഷയങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. റെൻറ്റ് ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അത് ബിൽഡിംഗ് ആയിക്കോട്ടെ ലാൻഡ് ആയിക്കോട്ടെ. ഇവിടെ സപ്ലയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിൽഡിങ്ങിൻ്റെ ഓണർ അല്ലെങ്കിൽ ബിൽഡിങ് വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനം എന്നാണ്. റെസിപ്പിയൻ്റ് എന്നുള്ളത് ഈ ബിൽഡിങ് കൊമേഴ്സ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വാടകക്കാരൻ. ഇവിടെ സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണ്, GSTയിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളാണ്. അതുപോലെ തന്നെ റെസിപ്പിയൻ്റ് വാടകക്കാരനും അൺരജിസ്റ്റേർഡ് ആണ് എങ്കിൽ GST നോട്ട് അപ്ലിക്കബിൾ ആണ് ഈ കേസിൽ. ഇനി സപ്ലയർ അൺരജിസ്റ്റേർഡ് ആണ്, റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് ആണ്, വാടകക്കാരൻ GST രജിസ്ട്രേഷൻ ഉള്ള ആളാണ് എങ്കിൽ ഇവിടെ GST അപ്ലിക്കബിൾ ആണ്. RCM റിവേഴ്സ് ചാർജ് മെക്കാനിസം രീതിയിലാണ് ഇവിടെ റെസിപ്പിയൻ്റ് ടാക്സ് അടയ്ക്കേണ്ടത്. ഇനി സപ്ലയർ രജിസ്റ്റേർഡും റെസിപ്പിയൻ്റ് അൺരജിസ്റ്റേർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ GST ആപ്ലിക്കബിൾ ആണ്. FCM മെത്തേഡിലാണ് സപ്ലയർ റെസിപ്പിയൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് സർക്കാരിലേക്ക് അടക്കേണ്ടതായിട്ടുണ്ട്. ഇനി സപ്ലയറും റെസിപ്പിയൻറ്റും രണ്ടുപേരും രജിസ്റ്റേർഡ് ആണെങ്കിൽ അപ്പോഴും മുൻപ് പറഞ്ഞ പോലെ FCM മെത്തേഡിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഇതിൽ ഒന്ന് രണ്ട് നോട്ട്സ് പറയാനുള്ളത്, ബിൽഡിംഗ് ഓൺ ബൈ ലോക്കൽ അതോറിറ്റീസ്, സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവയുടെ ബിൽഡിംഗ് ആണ് വാടകയ്ക്ക് നൽകുന്നത് എങ്കിൽ അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ബിൽഡിംഗ് ആണ് വാടകയ്ക്ക് നൽകുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാടക പെർ ആനം ഒരു വർഷത്തിൽ 5000 രൂപയ്ക്ക് താഴെയാണ് എന്നുണ്ടെങ്കിൽ വാടകക്കാരൻ രജിസ്റ്റേർഡോ അൺരജിസ്റ്റേർഡോ ആളാവട്ടെ, ഇവിടെ GST ആപ്ലിക്കബിൾ ആവുന്നില്ല. എന്നാൽ 5000 രൂപയ്ക്ക് മുകളിലുള്ള വാടകയ്ക്ക് GST വരുന്നുണ്ട്. ഇവിടെ റെസിപ്പിയൻ്റ് അതായത് ടെനൻറ്റ് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ FCM മെത്തേഡിലാണ് GST ആപ്ലിക്കബിൾ ആവുന്നത്. ഇനി ടെനൻറ്റ് രജിസ്റ്റേർഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവയ്ക്ക് കീഴിലുള്ള ബിൽഡിംഗ് വാടകയ്ക്ക് നൽകുമ്പോൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും GST രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ടെനൻറ്റ് അല്ലെങ്കിൽ റെസിപ്പിയൻറ്റിനും രജിസ്ട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ FCM അല്ല ബാധകമാവുന്നത്, മറിച്ച് RCM രീതിയിലാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യില്ല, പകരം RCM രീതിയിൽ ടെനൻ്റ് ആയിരിക്കണം ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം ഓർക്കുക. ഇനി ഇഫ് ബോത്ത് സപ്ലയർ ആൻഡ് റെസിപ്പിയൻ്റ്, സപ്ലയറും റെസിപ്പിയൻറ്റും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ
ഇവിടെ GST ആപ്ലിക്കബിൾ ആവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റൊരു നോട്ട് പറയാനുള്ളത്, GST രജിസ്ട്രേഷനുള്ള ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചാരിറ്റബിൾ ഓർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 12AA ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് വിത്ത് GST രജിസ്ട്രേഷൻ. GST രജിസ്ട്രേഷനുള്ള ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മളെ പള്ളി കമ്മിറ്റി, അമ്പല കമ്മിറ്റി തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ അവരുടെ ബിൽഡിംഗ് ആണ് വാടകയ്ക്ക് നൽകുന്നത് എന്നുണ്ടെങ്കിൽ പെർ മന്ത് ഒരു മാസത്തെ വാടക 10,000 രൂപയോ അതിലേക്ക് താഴെയോ ആണ് എന്നുണ്ടെങ്കിൽ ടെനൻറ്റ്, വാടകക്കാരൻ രജിസ്റ്റേർഡോ അൺരജിസ്റ്റേർഡോ ആവട്ടെ, ഇത്തരം സ്ഥാപനങ്ങളുടെ വാടക 10,000 രൂപയ്ക്ക് താഴെയാണ് എന്നുണ്ടെങ്കിൽ GST ആപ്ലിക്കബിൾ ആവുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി 10,000 രൂപയ്ക്ക് മുകളിലാണ് ഇത്തരം റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലുള്ള ബിൽഡിങ്ങുകളുടെ വാടക എന്നുണ്ടെങ്കിൽ ഇവിടെ FCM മെത്തേഡിൽ മേൽപ്പറഞ്ഞ ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും, കളക്ട് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി ഇതിൻ്റെ ടാക്സ് റേറ്റുകൾ വരുന്നത് റെഗുലർ GST രജിസ്ട്രേഷൻ എടുത്ത ആളുകളാണെങ്കിലും കോമ്പോസിഷൻ രജിസ്ട്രേഷൻ എടുത്ത ആളുകളാണെങ്കിലും 18% റെൻറ്റിൻ്റെ RCM ടാക്സ് റേറ്റ് വരുന്നത്. RCM ആണെങ്കിലും FCM ആണെങ്കിലും. പലരും ചോദിക്കുന്നുണ്ട്, കോമ്പോസിഷൻ രജിസ്ട്രേഷൻ എടുത്തവരും 18% നിരക്കിൽ തന്നെ RCM അടയ്ക്കേണ്ടതായിട്ടുണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. ഇനി മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത്, those who conduct business in family owned building with the consent of their parents or relatives. അതായത് കൺസെൻറ്റ് ലെറ്റർ, സമ്മതപത്ര പ്രകാരം അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ പേരിലുള്ള ബിൽഡിങ്ങിൽ മക്കൾ, സഹോദരങ്ങളൊക്കെ ബിസിനസ് നടത്തുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത്തരം ബിസിനസ്സുകൾക്ക് ഇതിന് റെൻ്റൊന്നും നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കില്ല. അവരുടെ സമ്മതപ്രകാരം അവരുടെ ബിൽഡിങ്ങിൽ മക്കൾ ബിസിനസ് നടത്തുകയായിരിക്കാം. ഇവിടെ നിയമം പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെയും 18% GST RCM അപ്ലിക്കബിൾ ആവും എന്നുള്ളതാണ്. ഇത് നാട്ടുനടപ്പനുസരിച്ചിട്ടുള്ള ഒരു വാടക ആ ബിൽഡിങ്ങിന് നമ്മൾ കണക്കാക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മറ്റു ബിൽഡിങ്ങുകളുടെയൊക്കെ വാടകയുമായി താരതമ്യം ചെയ്ത് ഒരു വാടക നിശ്ചയിച്ച് അതിൻ്റെ 18% RCM അടയ്ക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിലുമായി ബന്ധപ്പെട്ട് വേറൊരു പോയിന്റ് പറയാനുള്ളത്, ഫോർവേഡ് ചാർജായി അടക്കുന്ന സന്ദർഭങ്ങളിൽ സപ്ലയർ കോമ്പോസിഷൻ രജിസ്ട്രേഷനുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് ബാധകമായ കോമ്പോസിഷൻ നിരക്കിലാണ് വാടക തുകയുമേൽ അവർ GST അടയ്ക്കേണ്ടി വരിക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ITCയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. റെഗുലർ GST രജിസ്ട്രേഷനുള്ള ആളുകൾക്ക് ഈ RCMൻ്റെ ITC ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്, അതിന് തടസ്സമൊന്നുമില്ല. കോമ്പോസിഷൻ രജിസ്ട്രേഷൻ എടുത്തുള്ള ആളുകൾക്ക് പൊതുവെ ITC ലഭ്യമല്ല. ആയതിനാൽ തന്നെ ഈ ITCയും അവർക്ക് നഷ്ടപ്പെടുന്നതാണ്. ഇത് അവരുടെ എക്സ്പെൻസായിട്ട് പരിഗണിക്കേണ്ടി വരും. ഇനി റെഗുലർ രജിസ്ട്രേഷൻ എടുത്തുള്ള ആളുകൾ അവർ ടാക്സബിളും എക്സംപ്റ്റഡ് സപ്ലൈ രണ്ടും കൂടെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ITCയുടെ പ്രൊപ്പോർഷനേറ്റ് എടുത്ത് നോക്കിയിട്ട് മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി റെഗുലർ രജിസ്ട്രേഷൻ എടുത്ത ആളുകൾ ഫുള്ളി എക്സംപ്റ്റഡ് സപ്ലൈ ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ITC ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുക. അത് പെർമനൻ്റ് റിവേഴ്സൽ 3B വഴി ചെയ്യേണ്ടി വരും. മറ്റൊരു കാര്യം ഇതുമായി കൂടി ബന്ധപ്പെട്ട് പറയാനുള്ളത്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അതിൻ്റെ കേസിൽ റെൻ്റ് വരുന്നത് സപ്ലയർ GST രജിസ്ട്രേഷൻ ഉള്ള ആളോ ഇല്ലാത്ത ആളോ ആവട്ടെ, അതേപോലെ തന്നെ റെസിപ്പിയൻറ്റും GST രജിസ്ട്രേഷൻ ഉള്ള ആളോ ഇല്ലാത്ത ആളോ ആവട്ടെ. പക്ഷെ ഇവരെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എടുത്തത് താമസ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ ഇവിടെ GST ബാധകമല്ല എന്നുള്ളത് ഓർക്കുക. എന്നാൽ
വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മുകളിൽ പറഞ്ഞ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ FCM RCM ബാധകമായത് ഏതാ വെച്ചാൽ അത് അടയ്ക്കേണ്ടി വരും. ഇനി സപ്ലയർക്കോ റെസിപ്പിയൻറ്റിനും GST രജിസ്ട്രേഷൻ ഇല്ല എന്നിരിക്കെ മേൽപ്പറഞ്ഞ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ പോലും GST ബാധകമാവില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു വിഷയം പറഞ്ഞേക്കുന്നത് സെൽഫ് ഇൻവോയ്സിങ്ങിൻ്റെയാണ്. ഈ RCMൻ്റെ സെൽഫ് ഇൻവോയ്സിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ റൂൾ 47A റൂൾ 47A പറയുന്നത് all GST registered recipients liable under RCM must issue self invoices within a period of 30 days from the date of receipt of the said supply of goods or service or both. RCM രീതിയിൽ ഇൻവേർഡ് സപ്ലൈ നടത്തുന്നവർ ഈ ഗുഡ്സോ സർവീസോ സ്വീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ, സ്വീകരിച്ചത് മുതൽ 30 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ സെൽഫ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, റെൻറ്റിൻ്റെ കേസിൽ ഫോർ എക്സാമ്പിൾ ഒക്ടോബർ മാസത്തെ റെൻറ്റ് 1-ാം തീയതി മുതലാണ് നടപ്പിലാവുക. അപ്പോൾ 31-ാം തീയതി തന്നെ ഇതിൻ്റെ RCM സെൽഫ് ഇൻവോയ്സ് നമ്മൾ എടുത്തു വെക്കേണ്ടതായിട്ട് വരും. എന്നിട്ട് ഒക്ടോബറിലെ 3B വഴി തന്നെ ഇതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ടും വരും എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. അതുപോലെ നവംബർ 30-ന് സെൽഫ് ഇൻവോയ്സിങ് ചെയ്ത് നവംബറിലെ 3B ഫയൽ ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് ടാക്സ് അടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇത് റിട്ടേണിൽ എങ്ങനെയാണ് എഫക്റ്റ് ആവുന്നതാണ്. GSTR 1 ഫയൽ ചെയ്യുമ്പോൾ ടേബിൾ 13-ൽ ഇൻവോയ്സസ് ഫോർ ഇൻവേർഡ് സപ്ലൈ ഫ്രം അൺരജിസ്റ്റേർഡ് പേഴ്സൺ എന്നുള്ള ആ കോളത്തിൽ നമ്മൾ ആ മാസം എത്ര RCM സെൽഫ് ഇൻവോയ്സിങ്ങിൻ്റെ ബില്ലുകൾ എടുത്തിട്ടുണ്ടോ അത്രയും ബില്ലുകളുടെ എണ്ണം അവിടെ കാണിക്കേണ്ടതായിട്ട് വരും. ഇനി GSTR 3Bയിലേക്ക് വരുമ്പോൾ ടേബിൾ 3.1-ൽ D കോളത്തിൽ ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് ടാക്സിൻ്റെ കൂടെ നമ്മളത് കാണിക്കുകയും ടേബിൾ 4-ൽ ITCയുടെ കോളത്തിൽ ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ് എന്നുള്ള ഭാഗത്ത് അതിൻ്റെ ITC നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതുമാണ്. ഇനി മറ്റൊരു കാര്യം, പലരും എങ്ങനെയാണ് സെൽഫ് ഇൻവോയ്സ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അത്തരം ആളുകളുടെ അറിവിലേക്കായിട്ട് സെൽഫ് ഇൻവോയ്സ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നമുക്ക് ടാക്സ് ഇൻവോയ്സ് എന്ന രീതിയിൽ തന്നെ ഹെഡിങ് കൊടുക്കാം. ഓക്കെ, അതിന് താഴെ ദിസ് ഈസ് എ സെൽഫ് ജനറേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഫോർ റിവേഴ്സ് ചാർജ് എന്ന് വേണേൽ നമുക്കൊരു ബ്രാക്കറ്റിൽ നൽകാം. ഓക്കെ, ഇവിടെ നമ്മുടെ സപ്ലയറുടെ പേര്, അതായത് ബിൽഡിംഗ് ഓണറുടെ അല്ലെങ്കിൽ നമുക്ക് റെൻറ്റിന് തന്നിട്ടുള്ള സ്ഥാപനം ആരാണോ അവരുടെ പേരാണ് നൽകേണ്ടത്. അവരുടെ അഡ്രസ്സ്, ഓക്കെ, പാൻ കാർഡ് ലഭ്യമാണെങ്കിൽ, പാൻ നമ്പർ ലഭ്യമാണെങ്കിൽ അതുകൂടെ നൽകുന്നത് നന്നായിരിക്കും. ഇങ്ങോട്ട് വന്നാൽ ഇൻവോയ്സ് നമ്പർ നമുക്ക് നൽകാം. അത് RCM എന്നുള്ള ആൽഫ ന്യൂമറിക് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും എന്ന് കരുതുന്നു. ഇവിടെ ഞാൻ RCM ബാർ 2024/25/01 എന്നാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ സെൽഫ് ഇൻവോയ്സ് എടുക്കുന്ന ഡേറ്റ്, റിവേഴ്സ് ചാർജ് യെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെസിപ്പിയൻ്റ് നമ്മൾ തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്, അഡ്രസ്സ്, നമ്മുടെ GST നമ്പർ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് റെൻ്റ് എന്ന് കാണിക്കാം. അതിൻ്റെ SAC വരുന്നത് 9972 GST 18%. ഇവിടെ 15,000 രൂപയാണ് റെൻ്റായിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, താഴെ RCM CGST 9%, RCM SGST 9% എന്ന് പറഞ്ഞിട്ട്
അതിൻ്റെ ടാക്സ് കൂടെ ഇവിടെ കാണിക്കാം. ഇങ്ങനെയാണ് ഒരു സെൽഫ് ഇൻവോയ്സ് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കുന്നത്. പല സോഫ്റ്റ്വെയറുകളിലും ഇതിൻ്റെ സൗകര്യം നിലവിലുണ്ട്. ഓക്കെ, അതിലും പല മെത്തേഡിലായിരിക്കാം ഇൻവോയ്സ് ജനറേറ്റ് ആവുന്നത്. ഓക്കെ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു സെൽഫ് ഇൻവോയ്സിൽ RCMൻ്റെ കേസിൽ വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.